Hello, my dear, wrong number. ഹലോ സനിലയാണോ? അതെ. എന്റെ പേര് പ്രവീൺ എന്നാണ്. ഹോസ്പിറ്റലിലെ പുതിയ HR ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് പുതിയ ചാർജ് എടുത്തത്. അതെ. നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് എത്ര കാലമായി? ഞാനിപ്പോ ഒരു വർഷമായിട്ടുണ്ടാന്ന് തോന്നുന്നു. ഇവിടുന്ന് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയോ? എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അതെന്താ നിങ്ങൾ അന്ന് പേപ്പർ ഒന്നും ഒപ്പിട്ട് കൊടുക്കാൻ കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള? അല്ല, അന്ന് അവിടുന്ന് സാറിന്റെ അടുത്ത് അവിടെ ഇങ്ങനെ പിന്നെ ട്രെയിനിങ്ങിനായിട്ട് കയറിയതായിരുന്നു. പിന്നെ ഇത് നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കയറിയപ്പോ പിന്നെ അവിടുന്ന് എല്ലാരും പറഞ്ഞിങ്ങനെ ട്രെയിനിങ്ങിന് കയറിയ പിന്നെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അവർ തരില്ല, പിന്നെ അവിടെ തന്നെ ഒന്ന് ജോലി ചെയ്യണം. പിന്നെ അത് കാരണം ഞാനൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. എന്താ നിങ്ങൾ പിന്നെ പെട്ടെന്ന് സർവീസ് വിട്ടത്? നഴ്സിംഗ് മേഖല പെട്ടെന്ന് വിട്ടതെന്ന് വെച്ചാൽ പിന്നെ കല്യാണം ആയപ്പോ ഞാൻ നിർത്തി വെച്ചതാണ്. ഒരു കൊല്ലക്കാലല്ലേ ഇവിടെ വർക്ക് ചെയ്ത്? ഒരു കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കൊല്ലം നിങ്ങളുടെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സാലറിന്ന് 310 രൂപ വെച്ച് എല്ലാ മാസവും പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതാണ്ട് 12 മാസത്തേക്ക് ഒരു 10,000 രൂപയോളം ആയിട്ടുണ്ട്. 10,000? അപ്പൊ അതും പിന്നെ അതിന്റെ പലിശ ഉണ്ട്. അങ്ങനെ 14,300 രൂപ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് കിട്ടാനുണ്ടാവും ഹോസ്പിറ്റലിൽ നിന്ന്. എപ്പോഴാ അതൊന്ന് വാങ്ങാൻ വരാൻ പറ്റുക? ഒരു മിനിറ്റ്, സാറിന്റെ പേരെന്താ? എന്റെ പേര് പ്രവീൺ. ഞാൻ ഇപ്പൊ എപ്പോഴാ വരാന്ന് വെച്ചാല് എനിക്ക് ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ മതി. എനിക്ക് പറഞ്ഞ ചോദിച്ചിട്ട് വേണം. ഇവിടെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അതായത് എന്തെങ്കിലും ഇവിടുത്തെ സാധനങ്ങൾ പൊട്ടിക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. എവിടെയൊക്കെ ഡ്യൂട്ടി എടുത്തു? ഓപ്പറേഷൻ തിയേറ്ററിൽ എടുത്തിട്ടുണ്ടോ? ഞാന് ഫസ്റ്റ് തന്നെ ഇട്ടത് ലാബ് റൂമിലായിരുന്നു. ലാബ് റൂമിൽ നിന്ന് പിന്നെ ചെറിയ തലചുറ്റലെല്ലാം ഉണ്ടായി, പിന്നെ എന്നെ വാർഡിലേക്ക് മാറ്റി. പിന്നെ ചില സമയത്തെല്ലാം നൈറ്റ് ഡ്യൂട്ടി എല്ലാം ആകുമ്പോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഡ്യൂട്ടി ഇരുന്ന സമയത്തുണ്ടായിരുന്ന 16 സിറിഞ്ച്, 28 ബോട്ടിൽ ഗ്ലൂക്കോസ്, കോട്ടൺ, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടുന്ന് കാണാതെ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്യാഷ് എമൗണ്ട് ആയിട്ട് 21,000 രൂപ ഉണ്ട്. അപ്പം ഈ 14,300 കഴിച്ച ബാക്കി 7,000 രൂപ നിങ്ങൾ ഉടനെ ഹോസ്പിറ്റലിലേക്ക് അടയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ കേസ് കൊടുക്കും. അത് പറയാനാ ഞാൻ വിളിച്ചത്. നഷ്ടപ്പെട്ടില്ലല്ലോ. ഈ കാണാതെ പോയ ദിവസങ്ങളൊക്കെ ഡ്യൂട്ടിയിൽ നിങ്ങൾ ഉണ്ടായിരുന്നു? എന്റെ അടുത്ത് അങ്ങനെ ഒന്നും അവിടെ നഷ്ടമായിട്ടില്ല. പക്ഷെ ഇപ്പൊ കണക്കിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇവിടെ ഷോർട്ടാണ്. അത് എന്റെ അടുത്ത് മാത്രം എങ്ങനെ പറയാ? അല്ല, ആ സമയത്ത് നിങ്ങളായിരുന്നു ആ സെക്ഷനിലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്? അത് ഞാൻ മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്, വേറെ ആൾക്കാരില്ലായിരുന്നു. നിങ്ങളെ കൂടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പേര് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്റെ അടുത്ത് ഞാൻ സത്യം പറയട്ടെ, എന്റെ അടുത്ത് ഒരു സാധനം മാത്രം എന്റെ അടുത്ത് നഷ്ടമായിട്ടുണ്ട്. അവിടെ തെർമോമീറ്റർ ഇല്ലേ, അത് മാത്രം. പക്ഷെ അപ്പൊ നിങ്ങൾ ഈ 7,000 രൂപ നിങ്ങൾ എന്തായാലും അടച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞില്ല, അത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്റെ അടുത്ത് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ഡ്യൂട്ടിയിൽ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾ ഈ സാധനം ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് മറച്ചു വിറ്റതാണോ? ഇല്ല, അങ്ങനെ ഒന്നും വരാൻ ഒരു വഴിയുമില്ല. പക്ഷെ അപ്പൊ ഇവിടെ കണക്കിൽ കാണണ്ടേ സനലയാ? പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ 7,000 രൂപ കിട്ടാനുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ പേരിൽ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകണം. ഞങ്ങൾ കേസ് കൊടുത്തോടെ? എന്നാല് കേസ് കൊടുത്താൽ പോലീസുകാർ അന്വേഷിക്കട്ടെ നിങ്ങളെ വിളിച്ചിട്ട്. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ഈ ഡ്യൂട്ടി ചെയ്ത വേറെ ആൾക്കാർ നിങ്ങൾ വിളിച്ചു ചോദിച്ചോ? ഒരു പ്രിയ, ഹേമ, ലതിക, ലത. ഇല്ല, പ്രിയ ഉണ്ടായിരുന്നു. പക്ഷെ പ്രിയ എന്റെ ഒപ്പം അല്ലായിരുന്നു. പ്രിയ പറഞ്ഞു എനിക്ക് അറിയില്ല, സനില സിസ്റ്ററോട് ചോദിക്കൂന്ന് പറഞ്ഞു. ഇല്ല, സത്യം ഞാൻ പറഞ്ഞത് എന്റെ അമ്മയാണ്, അച്ഛനാണ് സത്യം. അതിലും വലിയൊരു സത്യടാ, എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ പ്രിയനെ കൂടാതെ നിങ്ങൾ വേറെ ആരെയും വിളിച്ചു? പ്രിയയെ കൂടാതെ ഞങ്ങൾ ഹേമ, ലതിക, ലത, സുധ, റീമ, റീത്ത. ഇല്ല, അവരൊന്നും എന്റെ ഒപ്പം ഇല്ല. അവരൊന്നും എനിക്ക് അറിയും കൂടി ഇല്ല. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതോ അങ്ങനത്തെ പേര് ഞാൻ കേട്ടില്ല. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നത്? എന്റെ ഒപ്പം വാർഡിൽ വർക്ക് ചെയ്ത് സൽമ, പിന്നെ ഷക്കീല, മൈഥിലി, പിന്നെ സുമയ്യ. ഷക്കീല സിസ്റ്റർ നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തത്? ഷക്കീല എന്റെ ഒപ്പം വാർഡിൽ തന്നെ ആയിരുന്നു. മൈഥിലിയോ? അതെല്ലാ ഞാൻ ഈ പറഞ്ഞവരെല്ലാം വാർഡിൽ വർക്ക് ചെയ്തായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് എത്ര പൈസ തരാണ്ടെന്ന് പറഞ്ഞ്? 14,300 രൂപ എനിക്കെപ്പം തരും? പിന്നെ അതിൽ നിന്ന് ഞാൻ അടയ്ക്കാൻ പറ്റുമോ? അടയ്ക്കാം. അപ്പൊ നിങ്ങൾ കാര്യം ചെയ്യുന്നാല് ആ 14,300 നിങ്ങൾ എടുക്കാനുള്ള പൈസ എടുത്തിട്ട് ബാക്കി എനിക്ക് തരണം. ചെക്ക് ആയിട്ടാണോ വേണ്ടത് അതോ ഡ്രാഫ്റ്റ് ആയിട്ടാണോ വേണ്ടത്, ക്യാഷ് ആയിട്ടാണോ വേണ്ടത്? എനിക്ക് ചെക്കായിട്ട് അയച്ചു തരാൻ പറ്റുമോ? ഞാനൊരു 2016 മെയിൽ അയക്കാം. 2016-ലോ? ഇത്രയും അങ്ങോട്ട് പോണോ? എന്നാ നിങ്ങൾ പറഞ്ഞോളൂ എന്നാ വേണ്ടെന്ന്. എനിക്കൊരു 2 മാസത്തിനുള്ളിൽ എത്തിച്ചു തരാൻ പറ്റുമോ? എന്റെ പേരെന്താ അറിയോ? എന്താ? RJ സൂരജ്, വിളിക്കുന്നത് റെഡ് FM 93.5 നിന്ന്. ഇത് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. നിനക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാനല്ല, സജില പറഞ്ഞിട്ടാ. ആരായാലും ശരി, ഇത് ഞാൻ വെറുതെ വിടില്ല. Hello, my dear, wrong number.